നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഗൗരവമുള്ളതെന്ന് മന്ത്രി സജി ചെറിയാൻ. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ടിൻഡു ദാസ് ചേരുന്നു വിവരങ്ങളുമായി. ടിൻഡു, മുഖം നോക്കാതെ നടപടി എടുത്തേ മതിയാകൂ എന്ന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. വിൻസി അലോഷ്യസിന്റെ പരാതി ഗൗരവമുള്ളതെന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെ ഈ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് കൂടി പറയുന്നു സർക്കാർ. വീണ, സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ ജീവിതത്തിനും സ്വത്തിനും തൊഴിലിനുമൊന്നും സംരക്ഷണം നൽകാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. അതിൽ സംസ്ഥാന സർക്കാരും സാംസ്കാരിക വകുപ്പും പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന് പല ഘട്ടങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ്. ഹേമ കമ്മിറ്റി ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെച്ചതും ആ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതും സിനിമാ കോൺക്ലേവ് രൂപീകരിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും എങ്ങും പോയില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടി വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, വിൻസിയെ ഉപദ്രവിച്ചുവെന്ന് കൊടുത്ത പരാതി, ഈ പരാതി സർക്കാർ അന്വേഷിക്കുമെന്നും സർക്കാർ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈ കേസുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നാണ് അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വരുന്ന കോൺക്ലേവിൽ വിൻസി ഉന്നയിച്ച കാര്യങ്ങൾ വരുന്ന കോൺക്ലേവിൽ സർക്കാർ ചർച്ച ചെയ്യുമെന്നാണ്. ഈ വരുന്ന കോൺക്ലേവ് അല്ലെങ്കിൽ സിനിമാ കോൺക്ലേവ് എന്ന് പറയുന്നത് സിനിമയിലെ തന്നെ അല്ലെങ്കിൽ സർക്കാർ തലത്തിലെ തന്നെ ഒരു പാരഡോക്സ് ആണെന്ന് പറയാം. അതൊരു വിരോധാഭാസം തന്നെയാണ്. കാരണം ഒരു വശത്ത് സർക്കാർ വേട്ടക്കാരെ സംരക്ഷിക്കുകയും മറുവശത്ത് ഇരകൾക്ക് വേണ്ടി കോൺക്ലേവ് നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയ രീതിയിൽ വിവാദമുണ്ടാക്കിയ വിഷയങ്ങൾ തന്നെയായിരുന്നു. ആ വിഷയങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് സർക്കാരിന് പോലും നിശ്ചയമില്ലാത്ത ഒരു സിനിമാ കോൺക്ലേവ് വരുമെന്നും അവിടെ വിൻസിയുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ വിൻസി ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്നും ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും മന്ത്രി ഒരു ഉറപ്പ് നൽകുന്നത്. മന്ത്രിക്ക് ഒരിക്കലും പാലിക്കാൻ അല്ലെങ്കിൽ സർക്കാർ തലത്തിന് സാംസ്കാരിക വകുപ്പിന് സിനിമാ വകുപ്പിന് ഒരിക്കലും പാലിക്കാൻ കഴിയാത്തൊരു വിഷയമാണ് ഈ ഒരുപക്ഷെ ഈ കോൺക്ലേവും അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ വിഷയങ്ങൾക്ക് ഒരു നിയമപരമായിട്ടുള്ള പരിരക്ഷ കൊണ്ടുവരാൻ സാധിക്കുക എന്നതും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാലികേറ മലയാണ്. മൂകവാത്മീകത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് വാർത്താക്കുറിപ്പുകൾ നൽകുന്ന മന്ത്രിക്ക് വിൻസിയുടെ വിഷയത്തിലായാലും സിനിമാ മേഖലയിലുള്ള സ്ത്രീകളുടെ വിഷയത്തിലായാലും എന്ത് ചെയ്യാൻ കഴിയുമെന്നും എന്ത് ചെയ്യാൻ സാധിക്കില്ല എന്നും കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ നമ്മൾ കണ്ടതുമാണ്. നവംബർ മാസം അവസാനമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് പിന്നാലെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ. അതിന് പിന്നാലെ നവംബർ അവസാനമാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ ഒരു കൂട്ടച്ചർച്ച എന്നൊരു രീതി അല്ലെങ്കിൽ ഒരു കോൺക്ലേവ് എന്ന രീതി ഉണ്ടാക്കുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. പക്ഷേ അവസാനം മന്ത്രിതലത്തിൽ പോലും ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വകുപ്പ് മന്ത്രി തന്നെ മുന്നോട്ട് വരുന്നത്. അതിൽ ഇന്നലെ വിൻസിയുടെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. വിൻസിയുടെ നിലപാടും ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ വിഷയവുമായി മുന്നോട്ട് പോകുന്നത്, ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘത്തിന് നേരിട്ട് പരാതി എടുക്കാൻ സാധിക്കുമോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകളൊക്കെ വരുന്നതിന് പിന്നാലെ ഒരു നടി നേരിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി കൊടുത്താൽ മാത്രമേ ഒരുപക്ഷെ ഈ ഉപദ്രവിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറമായിട്ട് വകുപ്പിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതായി ഈ ഘട്ടത്തിൽ പരിശോധിക്കും. എന്തായാലും മന്ത്രി നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. വീണ, ഓക്കെ, ശരി ടിൻഡു.